ലഹരി ഉപയോഗിക്കുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കലാലയത്തിൽ വലിയ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മക്കളെ പറഞ്ഞയക്കുകയാണ്. എന്നാൽ ബാംഗ്ലൂരിൽ പഠിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ഉന്നത കലാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ലഹരി നുണഞ്ഞുകൊണ്ട് അവരുടെ കോഴ്സൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. മാതാപിതാക്കൾക്ക് പോലും മനസ്സിലാവുന്നില്ല എൻ്റെ കുട്ടി സ്ഥിരമായി രാസലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മുടെ കുട്ടികൾ എത്തിപ്പെട്ട ഇത്തരം ട്രാപ്പുകളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ കൃത്യമായി നമ്മൾ നടത്തേണ്ടതുണ്ട്. ഒപ്പം കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഉമ്മയെ വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയാണ്. അവിടെ ലഹരി ഉണ്ടാക്കുന്ന വിനയുടെ വ്യാപ്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അത് ബ്രെയിനെയാണ്, നമ്മുടെ സിസ്റ്റത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഉമ്മ ആര്, ഉപ്പ ആര്, സ്വന്തം പെങ്ങൾ ആര് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ അത് മനുഷ്യ ജീവിതത്തെ സമൂലമായിട്ട് പരിവർത്തിപ്പിക്കും എന്നുള്ള പാഠമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ ഉമ്മ എനിക്ക് ജന്മം നൽകി എന്നുള്ളത് കൊണ്ട് ഞാൻ അവരെ ഇല്ലാതാക്കി എന്ന് പറയുമ്പോൾ നോർമലായിട്ട് നമ്മൾ ആരും അത് വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരാളും ചെയ്യില്ല. എന്നാൽ ലഹരി തലയിൽ പിടിച്ച സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കർമ്മം ആ കുട്ടി ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ തിക്തഫലങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ബോധവൽക്കരണം രക്ഷിതാക്കളായ നമ്മൾ കൊടുക്കണം. കൂടെ തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ ഒരു കുട്ടിക്ക് ലഭിക്കേണ്ട സ്നേഹവും തലോടലും പരിഗണനയും അവരോടുള്ള ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷനും അത് നമ്മൾ കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പം മാതാപിതാക്കൾ തമ്മിൽ കലഹിക്കുന്ന ഒരു സാഹചര്യം വീട്ടിലുണ്ടാവുമ്പോൾ ഒരു തരം അരക്ഷിതാവസ്ഥ അവർക്ക് അനുഭവപ്പെടുകയാണ്. പലപ്പോഴും കൗൺസിലിങ്ങിനൊക്കെ കേസുകൾ വരുമ്പോൾ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു കൗൺസിലർ എന്നുള്ള അർത്ഥത്തിൽ എനിക്കറിയാം രക്ഷിതാവിനെയാണ് കുട്ടികൾ കുറ്റപ്പെടുത്തുന്നത്. കാരണം വീട്ടിൽ സമാധാനമില്ല, അച്ഛനും അമ്മയും തമ്മിൽ ഏത് നേരവും കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് വേണ്ടത് മനസ്സമാധാനമാണ്. വീട്ടിൽ നിന്ന് അത് കിട്ടാതെ വരുമ്പോൾ അത് അന്വേഷിച്ചുകൊണ്ട് ഫ്രണ്ട്സിലേക്ക് അവൻ എത്തുകയാണ്. ഉന്നത കലാലയങ്ങളിൽ പഠനത്തിന് വേണ്ടി എത്തിപ്പെടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ അവരുടെ കലാലയത്തിൽ മിക്ക കുട്ടികളും ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അവനും സാധിക്കാതെ വരികയാണ്. കാരണം ലഹരി ഉണ്ടാക്കുന്ന മാരക വിപത്തിനെ സംബന്ധിച്ചോ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ ഈ കുട്ടി മനസ്സിലാക്കുന്നില്ല. അതവൻ നുണയുന്ന ഘട്ടത്തിൽ അവന് കിട്ടുന്ന സന്ദേശം, നീ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ പഠനം സൂപ്പറായിരിക്കും, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ടെൻഷൻസ് ഇല്ലാതാകും, നിനക്ക് ആനന്ദ പൂർത്തീകരണത്തിലേക്കും ആനന്ദ നിർവൃതിയിലേക്കും എത്തിപ്പെടാൻ സാധിക്കും. ഇങ്ങനെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന സംസാരങ്ങളാണ് സൗഹൃദ വലയത്തിൽ നിന്ന് കുട്ടി കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഒരു തവണ അവൻ അത് നുണയുമ്പോൾ പിന്നീട് ഒരിക്കലും അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് അവൻ എത്തിപ്പെടുകയാണ്. വീട്ടിൽ എത്തി പഠനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് രക്ഷിതാക്കൾ പരാതിപ്പെടുന്നത് അവന് ഇപ്പോ പണ്ടത്തെ പോലൊന്നുമല്ല, റൂമിൽ ഒതുങ്ങിയിരിക്കുകയാണ്, ഒരുപാട് നേരം അവന് ഉറങ്ങുകയാണ്, പകൽ സമയത്ത് പോലും ഭക്ഷണത്തോട് താല്പര്യമല്ല, മാതാപിതാക്കളോട് കയർത്തുകൊണ്ടിരിക്കുകയാണ്, സാമൂഹ്യമായിട്ടുള്ള ഒരു ഇടപെടലും അവന് താല്പര്യമില്ല. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടായി കൗൺസിലിങ്ങിന് എത്തുമ്പോഴാണ് ഉപ്പക്കും ഉമ്മക്കും അല്ലെങ്കിൽ അച്ഛനും അമ്മക്കും ബോധ്യമാവുന്നത് എൻ്റെ കുട്ടി മാരകമായ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ട് എന്ന്. നമ്മൾ രക്ഷിതാക്കൾ അറിയേണ്ട ഒരു കാര്യം, കൗമാരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടത് നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അല്ല എങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ നമ്മിൽ നിന്ന് അകന്നുപോകും, ദൂരെയാകും. ഇതുകൊണ്ട് കൊലപാതകങ്ങൾ വർദ്ധിക്കുമ്പോൾ രക്ഷിതാക്കളായ നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി, നമ്മുടെ കുട്ടിയെ അണഞ്ഞുപൂട്ടി ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് സ്നേഹം പ്രകടിപ്പിച്ച് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ആകുലതകളും പ്രശ്നങ്ങളും എന്തും
എന്ന് അറിയാനുള്ള ഒരു താല്പര്യം രക്ഷിതാവിന് ഉണ്ടാവുക എന്നുള്ളതാണ് ഇത്തരം ഘട്ടത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട പരിഹാരം.